ആർതർ കോനൻ ഡോയലിന്റെ ഷെർലക് ഹോംസ് കഥകൾ. അപ്രത്യക്ഷനായ പ്രതിശ്രുതവരൻ. റേഡിയോ നാടകരൂപം. സംവിധാനം എൻ വാസുദേവ്. എന്റെ പ്രിയപ്പെട്ട വാട്സൺ, മനുഷ്യ മനസ്സിന് ചിന്തിക്കാൻ കഴിയുന്നതിനേക്കാൾ എത്രയോ വിചിത്രമാണ് ജീവിതം. വെറും സാധാരണമായി സംഭവിക്കാറുള്ള കാര്യങ്ങൾ പോലും നാം വേണ്ട വിധം മനസ്സിലാക്കാൻ ശ്രമിക്കാറില്ല എന്നതാണ് വാസ്തവം. ഹോംസ്, താങ്കൾ എന്താണ് പറഞ്ഞുകൊണ്ടുവരുന്നത്? വാട്സൺ, ഈ ജനലിലൂടെ പറന്നിറങ്ങി ഈ മഹാനഗരത്തിന്റെ മുകളിലൂടെ കൈകോർത്ത് പിടിച്ച് നമ്മൾ വട്ടമിട്ട് പറന്ന് വീടുകളുടെ കൂരകൾ പതുക്കെ ഉയർത്തി ഒളിഞ്ഞു നോക്കാനും കഴിഞ്ഞാൽ അവിടങ്ങളിൽ അരങ്ങേറുന്ന വിചിത്രമായ യാദൃശ്ചികതകളും ആസൂത്രണങ്ങളും വിപരീതോദ്ദേശ്യങ്ങളും തലമുറകളിലൂടെ തുടരുന്ന സംഭവ പരമ്പരകളും അറിയാൻ കഴിഞ്ഞാൽ മനുഷ്യഭാവനയിൽ വിരിയുന്ന കഥകളും നോവലുകളുമൊക്കെ എത്രയോ നിസ്സാരവും വിരസവുമെന്ന് ബോധ്യപ്പെടും. പക്ഷേ ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നില്ല. നമ്മുടെ പത്രങ്ങളിൽ സാധാരണ കാണുന്ന കേസുകളെല്ലാം പൊതുവേ രസം കൊല്ലികളും ചിലപ്പോൾ അസഭ്യവുമാണ്. നമ്മുടെ പോലീസ് റിപ്പോർട്ടുകളിലെല്ലാം നടന്നത് അതേപടി പകർത്തി വയ്ക്കുന്നതുകൊണ്ട് അവ ഒട്ടും ആകർഷകവും കലാപരവുമല്ലെന്ന് സമ്മതിക്കാതെ വയ്യ. ദാ ഇന്നത്തെ പത്രം തന്നെ നോക്കൂ, ഞാൻ വായിക്കാം. ഒരു ഭർത്താവിന്റെ ഭാര്യയോടുള്ള കൊടും ക്രൂരത വലിയ തലക്കെട്ടാണ്. എങ്കിലും താഴോട്ട് വായിക്കാതെ തന്നെ ഇത്തരം കേസുകൾ നമുക്ക് ഊഹിക്കാൻ കഴിയും. പരസ്ത്രീ, മദ്യപാനം, പിന്നെ ദേഹോദ്രവം, അടിപിടി, ക്രൂരത, സഹതാപവുമായി എത്തുന്ന സഹോദരി അല്ലെങ്കിൽ വീട്ടുടമ, ഏറ്റവും പച്ചയായി റിപ്പോർട്ട് ചെയ്യുന്നവർക്ക് പോലും ഒന്നും കൂടുതലായി ചേർക്കേണ്ടതില്ല. ഓ വാട്സൺ, നിങ്ങളുടെ വാദത്തിന് ഒട്ടും ചേർന്ന ഉദാഹരണമല്ല ഈ പറഞ്ഞത്. ഇതാ മറ്റൊരു വിവാഹമോചന കേസ്. ചില ചെറിയ കാര്യങ്ങൾ സംബന്ധിച്ച് ഈ കേസിൽ ഞാനും ഇടപെട്ടിട്ടുണ്ട്. ഭർത്താവ് മദ്യം കഴിക്കാത്തയാൾ, പരസ്ത്രീ ബന്ധവുമില്ല. പക്ഷെ ഇവിടെ കാരണം അതൊന്നുമല്ല. ഭക്ഷണം കഴിച്ച ശേഷം ഭർത്താവ് തന്റെ കൃത്രിമ പല്ലൂരി ഭാര്യയുടെ നേരെ എറിയും എന്നതാണ് പ്രശ്നം. അവിശ്വസനീയം അല്ലേ? ഒരു ശരാശരി കഥ പറച്ചിലുകാരന്റെ ഭാവനയെ പോലും തോൽപ്പിക്കുന്ന യാഥാർത്ഥ്യം. ശരി ഡോക്ടർ, ദാ ഒരു നുള്ളു മൂക്കുപൊടി എടുത്ത് വലിച്ച് നിങ്ങൾ മുന്നോട്ട് വെച്ച ഉദാഹരണത്തെ ഞാൻ ഖണ്ഡിച്ചു എന്ന് സമ്മതിക്കൂ. താങ്കൾക്ക് കയ്യിൽ ഇപ്പൊ കേസുകളൊന്നുമില്ലേ? 10-12 ഉണ്ട്. എന്നാൽ രസകരമായത് ഒന്നുമില്ല. പക്ഷെ താമസിയാതെ എനിക്കൊരെണ്ണം കിട്ടും. വാട്സൺ, ഇങ്ങ് വരൂ. ദാ ഈ ജനലിലൂടെ താഴെ റോഡിന്റെ മറുവശത്ത് നിൽക്കുന്ന ആ തടിച്ച സ്ത്രീയെ നോക്കൂ. കഴുത്തിനു ചുറ്റും രോമഷോൾ പുതച്ച ആ സ്ത്രീയെ കണ്ടില്ലേ? ചുവന്ന തൂവലുള്ള വലിയ അരികുള്ള തൊപ്പി ധരിച്ച ദാ അവർ. അതെ അതെ, അവർ പരിഭ്രമത്തോടെയും സംശയത്തോടെയും ഇങ്ങോട്ട് തന്നെ നോക്കുന്നുണ്ടല്ലോ. ദാ റോഡ് മുറിച്ചു കടന്ന് ഇങ്ങോട്ട് വരാൻ ശ്രമിക്കുന്നു. 2-3 തവണ ഒന്ന് അറച്ച ശേഷം അവർ ഇപ്പുറത്തെത്തിക്കഴിഞ്ഞു. ഈ ലക്ഷണങ്ങൾ ഞാൻ മുമ്പും കണ്ടിട്ടുണ്ട്. വഴിയരികിലെ ഈ ചാഞ്ചാട്ടം സൂചിപ്പിക്കുന്നത് ഹൃദയത്തെ മഥിക്കുന്ന എന്തോ തീവ്രമായ പ്രശ്നം പരിഹരിക്കാനുണ്ട് എന്നതാണ്. അവർക്ക് ഉപദേശം തേടണമെന്നുണ്ട്. പക്ഷേ ഇനിയൊരാളെ അറിയിക്കുന്നത് ശരിയാണോ എന്ന സംശയവുമുണ്ട്. ഒരു പുരുഷൻ സ്ത്രീയോട് ഗുരുതരമായി തെറ്റ് ചെയ്യുകയാണെങ്കിൽ അവൾ ഒരിക്കലും ശങ്കിച്ചു നിൽക്കില്ല. ഇവിടെ പ്രശ്നം പ്രേമമാണ് എന്ന് കരുതുന്നതിൽ തെറ്റില്ല. പക്ഷെ അവൾക്ക് ദേഷ്യമോ ദുഃഖമോ പരിഭ്രമമോ അധികമില്ല. എന്തായാലും നമ്മുടെ സംശയങ്ങൾക്ക് പരിഹാരം നൽകാൻ ദാ അവർ തന്നെ എത്തിയിരിക്കുന്നു. വരൂ, അകത്ത് വരൂ. ഞാൻ മേരി സദർലാൻഡ്. ഇരിക്കൂ. നന്ദി മിസ്റ്റർ ഷെർലക് ഹോംസ്. വെള്ളെഴുത്തുള്ളപ്പോൾ ഇത്രയധികം ടൈപ്പ് ചെയ്യുന്നത് ആയാസകരമല്ലേ? ആദ്യമൊക്കെ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ഇപ്പൊ നോക്കാതെ തന്നെ എനിക്ക് അക്ഷരങ്ങൾ എവിടെയാണെന്ന് അറിയാം.
അതിന് എന്നെക്കുറിച്ച് നേരത്തെ കേട്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ പിന്നെ താങ്കൾക്ക് ഇതൊക്കെ എങ്ങനെ അറിയാൻ കഴിഞ്ഞു? അതൊന്നും വലിയ കാര്യമല്ല മിസ് സദർലാൻഡ്. കാര്യങ്ങൾ അറിയുക എന്നത് എന്റെ ജോലിയുടെ ഭാഗമാണ്. മറ്റുള്ളവർ ശ്രദ്ധിക്കാതെ പോകുന്നത് കാണാൻ ഞാൻ എന്നെ തന്നെ പരിശീലിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ നിങ്ങൾ എന്നോട് ഉപദേശം തേടാൻ വന്നതും. സർ, മിസസ് ഈദ്രേജിൽ നിന്നും താങ്കളെക്കുറിച്ച് കേട്ടറിഞ്ഞതുകൊണ്ടാണ് ഞാൻ വന്നത്. പോലീസും മറ്റെല്ലാവരും മരിച്ചു എന്ന് വിധി എഴുതിയ അവരുടെ ഭർത്താവിനെ നിഷ്പ്രയാസം താങ്കൾ കണ്ടുപിടിച്ചല്ലോ. അതുപോലെ അങ്ങ് എനിക്കും സഹായം ചെയ്യണം. ഞാൻ വലിയ പണക്കാരിയൊന്നുമല്ല, പക്ഷേ വർഷത്തിലൊരു 100 പൗണ്ട് എനിക്ക് ലഭിക്കും. കൂടാതെ ടൈപ്പ് ചെയ്തും ഞാൻ പണം ഉണ്ടാക്കുന്നുണ്ട്. മിസ്റ്റർ ഹോസ്മർ ഏഞ്ചലിന് എന്ത് സംഭവിച്ചു എന്നറിയാൻ എന്റെ സമ്പാദ്യം മുഴുവൻ ഞാൻ അങ്ങേക്ക് തരാൻ തയ്യാറാണ്. ശരി, പക്ഷേ ഇത്ര ധൃതി പിടിച്ച് നിങ്ങൾ എന്നെ കാണാൻ വന്നത് എന്തിനാണ്? അതെ, ഞാൻ വീട്ടിൽ നിന്നും ബഹളമുണ്ടാക്കി ചാടി പുറപ്പെട്ടു വന്നതാണ്. കാരണം മിസ്റ്റർ വിൻഡി ബാങ്ക്, അതായത് എന്റെ അച്ഛന്റെ ഗൌരവമല്ലാത്ത നിലപാട് കണ്ട് എനിക്ക് ദേഷ്യം വന്നു. പോലീസിനെയും സമീപിക്കില്ല, താങ്കളുടെ അടുത്തും വരില്ല. കുഴപ്പമൊന്നും ഉണ്ടായില്ലെന്ന് പറഞ്ഞ് ഒന്നും ചെയ്യാതിരിക്കുന്നത് കണ്ടപ്പോ കോപം കൊണ്ട് ഭ്രാന്തായി. അതുകൊണ്ട് എന്റെ സാധനങ്ങളെല്ലാം എടുത്ത് ഞാൻ നേരെ ഇങ്ങോട്ട് പോന്നു. മിസ്റ്റർ വിൻഡി ബാങ്ക് നിങ്ങളുടെ അച്ഛനോ അതോ രണ്ടാനച്ഛനോ? അല്ല, നിങ്ങളുടെ പേര് വേറെ ആയതുകൊണ്ടാണ് ചോദിച്ചത്. അതെ, എന്റെ രണ്ടാനച്ഛൻ. പക്ഷേ ഞാൻ അച്ഛനെന്ന് തന്നെയാണ് വിളിക്കുന്നത്. അല്പം വിചിത്രമാണെങ്കിലും അദ്ദേഹത്തിന് എന്നേക്കാൾ 5 വർഷവും 2 മാസവും മാത്രമാണ് പ്രായക്കൂടുതൽ. ഓ, നിങ്ങളുടെ അമ്മ ജീവിച്ചിരിപ്പില്ലേ? ഉണ്ട്, അമ്മ പൂർണ്ണ ആരോഗ്യവതിയായി ജീവിച്ചിരിക്കുന്നു. പക്ഷേ അച്ഛന്റെ മരണശേഷം ഉടൻ അമ്മ 15 വയസ്സ് കുറവുള്ള ഒരാളെ വിവാഹം ചെയ്തത് എനിക്കത്ര ഇഷ്ടായില്ല. ടോട്ടൻഹാം കോർട്ട് റോഡിലെ പ്ലംബിംഗ് പണിയായിരുന്നു അച്ഛന്. ഫോമാനായ മിസ്റ്റർ ഹാർഡിയുടെ സഹായത്തോടെ അമ്മ അച്ഛന്റെ മരണശേഷം ആ കച്ചവടം കുറച്ചുനാൾ തുടർന്ന് നടത്തി. പക്ഷെ എന്റെ രണ്ടാനച്ഛൻ ആ കച്ചവടം നിർത്താൻ അമ്മയെ നിർബന്ധിച്ചു. വീഞ്ഞിന്റെ മൊത്ത വ്യാപാരിയായ അയാൾക്ക് അതൊക്കെ അഭിമാനക്കുറവായിരുന്നു. ആ സ്ഥാപനം വിറ്റപ്പോ 4700 പൗണ്ട് കിട്ടി. പക്ഷെ എന്റെ അച്ഛൻ ജീവിച്ചിരുന്നെങ്കിൽ ഇതിലൊക്കെ എത്രയോ അധികം കിട്ടിയേനെ. നിങ്ങളുടെ വരുമാനം ഇതിൽ നിന്നുള്ളതാണോ? അല്ല സർ, അത് തീർത്തും വേറെയാണ്. ഓക്ലാൻഡിലെ എന്റെ അമ്മാവൻ എനിക്ക് നീക്കിവെച്ചതാണത്. ന്യൂസിലാൻഡിൽ ഒരു സ്റ്റോക്ക് ഓഹരിയുടെ 4.5% കിട്ടും. 2500 പൗണ്ടാണ് ആകെ തുക. എനിക്ക് പക്ഷേ പലിശ മാത്രമേ ലഭിക്കൂ. നിങ്ങളുടെ കേസ് രസകരമാണ്. ശരി, വർഷത്തിൽ 100 പൗണ്ട് ലഭിക്കുന്നതിനാൽ സാമ്പത്തികമായി നിങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. ചുരുക്കത്തിൽ അല്പസ്വല്പം യാത്രയൊക്കെ നടത്തി ആർഭാടമായി തന്നെ നിങ്ങൾ ജീവിക്കുകയാണ് എന്ന് ഞാൻ കരുതുന്നു. അവിവാഹിതയായ ഒരു സ്ത്രീക്ക് 60 പൗണ്ട് വരുമാനമുണ്ടെങ്കിൽ പോലും വളരെ നന്നായി കഴിയാനാകും എന്നെനിക്ക് വിശ്വാസമുണ്ട്. അത്രയും വരുമാനം ഇല്ലെങ്കിലും എനിക്ക് സുഖമായി കഴിയാനാകും. ഞാൻ ആ വീട്ടിൽ താമസിക്കുന്നിടത്തോളം കാലം അവർക്ക് ഭാരമാകാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് താങ്കൾ മനസ്സിലാക്കണം. അതുകൊണ്ട് എന്റെ പണം അവർ തന്നെയാണ് ഉപയോഗിക്കുന്നത്. 3 മാസം കൂടുമ്പോൾ എനിക്ക് ലഭിക്കുന്ന പണം വാങ്ങി മിസ്റ്റർ വിൻഡി ബാങ്ക് അമ്മയ്ക്ക് നൽകും. ടൈപ്പ് ചെയ്തുണ്ടാക്കുന്ന വരുമാനം കൊണ്ട് എനിക്ക് സുഖമായി ജീവിക്കാം. ഒരു പുറം ടൈപ്പ് ചെയ്താൽ 2 പെൻസാണ് ലഭിക്കുക. ഞാനൊരു ദിവസം 15-20 പുറം ടൈപ്പ് ചെയ്യും. നിങ്ങളുടെ പ്രശ്നം വളരെ വ്യക്തമായി തന്നെ നിങ്ങൾ അവതരിപ്പിക്കുന്നു. ഇത് ഡോക്ടർ വാട്സൺ, എന്റെ സ്നേഹിതൻ. എന്നോട് പറയുന്നത് പോലെ തന്നെ ഇദ്ദേഹത്തിന്റെ മുന്നിലും നിങ്ങൾക്കെന്തും തുറന്നു പറയാം. ഇനി മിസ്റ്റർ ഹോസ്മർ ഏഞ്ചലുമായുള്ള നിങ്ങളുടെ ബന്ധത്തെക്കുറിച്ച് പറയൂ. ഒരു വിരുന്നിൽ വെച്ചാണ് ഞാൻ അദ്ദേഹത്തെ ആദ്യമായി കണ്ടത്. അച്ഛൻ ജീവിച്ചിരുന്നപ്പോൾ ഞങ്ങൾ സ്ഥിരമായി പങ്കെടുക്കാറുള്ള ഒന്നായിരുന്നു അത്. അച്ഛന്റെ മരണശേഷവും അവർ ഞങ്ങളെ ക്ഷണിക്കുമായിരുന്നു. മിസ്റ്റർ വിൻഡി ബാങ്കിന് ഞങ്ങൾ പോകുന്നത് സമ്മതമായിരുന്നില്ല. ഞങ്ങൾ ഒരിടത്ത് പോകുന്നതും അദ്ദേഹത്തിന് ഇഷ്ടമായിരുന്നില്ല. എനിക്ക് സൺഡേ സ്കൂൾ റിട്രീറ്റിന് ചേരണമെന്ന് പറഞ്ഞാൽ പോലും അയാൾക്ക് ദേഷ്യം കൊണ്ട് ഭ്രാന്തായിരുന്നു. എന്നാൽ ഈ തവണ ആ വിരുന്നിന് പോകാൻ ഞാൻ തീർച്ചയാക്കി. എന്നെ തടയാൻ അദ്ദേഹത്തിന് എന്താണ് അവകാശം?
എന്തു പറഞ്ഞാണ് അയാൾ നിങ്ങളെ വിലക്കിയത്? അച്ഛന്റെ കൂട്ടുകാരെല്ലാം അവിടെ ഉണ്ടാകും. അവരുമായുള്ള സൗഹൃദം നമ്മുടെ അന്തസ്സിന് യോജിക്കുന്നതല്ലത്രേ. ഞാൻ അധികം ഉപയോഗിച്ചിട്ടില്ലാത്ത പർപ്പിൾ നിറത്തിലുള്ള വസ്ത്രം ധരിക്കാനെടുത്തപ്പോ വിരുന്നിന് യോജിക്കുന്ന തരത്തിലുള്ള വസ്ത്രങ്ങളൊന്നും എനിക്കില്ലെന്നും പറഞ്ഞ് അദ്ദേഹം നിരുത്സാഹപ്പെടുത്താൻ ശ്രമിച്ചു. അവസാനം വിരുന്നിന് പങ്കെടുക്കാതിരിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും പരാജയപ്പെട്ടപ്പോൾ ബിസിനസ് ആവശ്യം എന്ന കാരണം പറഞ്ഞ് മിസ്റ്റർ വിൻഡി ബാങ്ക് ഫ്രാൻസിലേക്ക് പോയി. ആ അവസരത്തിൽ നിങ്ങൾ ആ വിരുന്നിൽ പങ്കെടുത്തു അല്ലേ? അതെ, ഞാനും അമ്മയും. ഞങ്ങളുടെ ഫോർമാനായിരുന്ന മിസ്റ്റർ ഹാർഡിയുമൊത്ത് ഞങ്ങൾ ആ വിരുന്നിൽ പങ്കെടുത്തു. അവിടെ വെച്ചാണ് ഞാൻ മിസ്റ്റർ ഹോസ്മർ ഏഞ്ചലിനെ കണ്ടുമുട്ടുന്നത്. ഫ്രാൻസിൽ നിന്ന് മടങ്ങി വന്നപ്പോൾ നിങ്ങൾ വിരുന്നിന് പങ്കെടുത്തത് അയാളെ ചൊടിപ്പിച്ചില്ലേ? അതാണ് അത്ഭുതം. ദേഷ്യമല്ല, മറിച്ച് വലിയ സന്തോഷമായിരുന്നു അദ്ദേഹത്തിന്. തോൾകുലുക്കി ചിരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, സ്ത്രീകളെ ഒരു കാര്യത്തിൽ നിന്നും തടസ്സപ്പെടുത്തുന്നതിൽ യാതൊരു കാര്യവുമില്ല. കാരണം അവർ എന്തെങ്കിലും തരത്തിൽ അവരുടെ വഴി കാണും. അത് ശരി. അങ്ങനെ അവിടെ വെച്ച് നിങ്ങൾ ഹോസ്മർ ഏഞ്ചലിനെ കണ്ടു? അതെ സർ. ആ, പിന്നീടെന്തുണ്ടായി? അന്ന് രാത്രി ഞാൻ അദ്ദേഹത്തെ കണ്ടു. അതിനുശേഷം ഞാനും അമ്മയും സുരക്ഷിതരായി വീട്ടിൽ തിരിച്ചെത്തിയോ എന്നറിയാൻ അദ്ദേഹം അടുത്ത ദിവസം അന്വേഷിച്ചു വന്നു. പിന്നെ നിങ്ങളുടെ ബന്ധം എങ്ങനെ പുരോഗമിച്ചു? പിന്നെ 2 തവണ ഞാൻ അയാളെ കണ്ടു, നടക്കാൻ പോയപ്പോൾ. അത് കഴിഞ്ഞപ്പോൾ അച്ഛൻ തിരിച്ചു വന്നു. മിസ്റ്റർ വിൻഡി ബാങ്ക് അല്ലേ? അതെ. പിന്നീട് ഹോസ്മർ ഏഞ്ചലിന് വീട്ടിൽ വരാൻ സാധിച്ചിട്ടില്ല. നിങ്ങൾക്കറിയാലോ, അച്ഛൻ അതൊന്നും ഇഷ്ടായിരുന്നില്ല. സാധിക്കുമെങ്കിൽ സന്ദർശകരെയൊന്നും കാണുന്നതേ അദ്ദേഹത്തിന് ഇഷ്ടമായിരുന്നില്ല. സ്വന്തം കുടുംബാന്തരീക്ഷത്തിൽ തന്നെ സ്ത്രീ സന്തോഷം കണ്ടെത്തണമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ പക്ഷം. പക്ഷേ ഞാൻ അമ്മയോട് പറയാറുണ്ടായിരുന്നു, ഒരു സ്ത്രീക്ക് കുടുംബം ആരംഭിക്കാൻ ഒരു തുടക്കം വേണമല്ലോ. അതിനുള്ള ചുറ്റുപാട് എനിക്ക് ഇനിയും ലഭിച്ചിട്ടില്ലല്ലോ എന്ന്. ശരി. മിസ്റ്റർ ഹോസ്മർ ഏഞ്ചൽ നിങ്ങളെ കാണാനൊന്നും പിന്നെ ശ്രമിച്ചതേയില്ലേ? അച്ഛൻ ഒരാഴ്ചയ്ക്കകം ഫ്രാൻസിലേക്ക് വീണ്ടും പോകാൻ തുടങ്ങുകയായിരുന്നു. അദ്ദേഹം പോകുന്നതുവരെ പരസ്പരം കാണാതിരിക്കുകയാണ് നന്നെന്ന് ഹോസ്മർ എഴുതുകയും പറയുകയും ചെയ്തിരുന്നു. അതുവരെ കത്തിലൂടെ ബന്ധപ്പെടാമെന്നും അദ്ദേഹം പറഞ്ഞു. എല്ലാ ദിവസവും എനിക്ക് കത്തുകൾ അയക്കുകയും ചെയ്തു. ഞാൻ എന്നും പോയി ആ കത്തുകൾ സ്വീകരിക്കുന്നതുകൊണ്ട് അത് അച്ഛൻ അറിയാറുമില്ലായിരുന്നു. ശരി. ഈ സമയം അയാളുമായുള്ള വിവാഹം നിശ്ചയിച്ചിരുന്നോ? ഉവ്വ് മിസ്റ്റർ ഹോംസ്. ഞങ്ങളുടെ ആദ്യത്തെ ഒരുമിച്ചുള്ള നടത്തയ്ക്ക് ശേഷം തന്നെ വിവാഹിതരാകാൻ നിശ്ചയിച്ചു. ലെയ്ഡൻ ഹാളിലെ തെരുവിലെ ഒരു ഓഫീസിലെ ക്യാഷ്യറായിരുന്നു ഹോസ്മർ. ഏത് ഓഫീസിലാണ് അയാൾ ജോലി ചെയ്തിരുന്നത്? അതാണ് പ്രശ്നം മിസ്റ്റർ ഹോംസ്. സത്യത്തിൽ എനിക്കതറിഞ്ഞുകൂടാ. ഓ ശരി. എവിടെയാണ് അയാൾ താമസിച്ചിരുന്നത്? അദ്ദേഹം ആ ഓഫീസിന്റെ പരിസരത്തിൽ എവിടെയോ ആണ് അന്തി ഉറങ്ങിയിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അയാളുടെ മേൽവിലാസം അറിയില്ലേ? ഇല്ല. ലെയ്ഡൻ ഹാൾ തെരുവിലാണെന്നതൊഴികെ എനിക്കൊന്നും അറിയില്ല. പിന്നെ നിങ്ങൾ എങ്ങനെ കത്തുകൾ അയച്ചിരുന്നു? ലെയ്ഡൻ ഹാൾ പോസ്റ്റ് ഓഫീസിലേക്കാ ഞാൻ കത്തുകൾ അയച്ചിരുന്നത്. അദ്ദേഹം അവിടെ ചെന്ന് അതെടുക്കുമായിരുന്നു. നിങ്ങൾക്ക് കത്തുകൾ അയാളുടെ ഓഫീസിലേക്ക് അയക്കാമായിരുന്നില്ലേ? അത് അദ്ദേഹം വിലക്കിയിരുന്നു. ഓഫീസിലേക്ക് ഒരു സ്ത്രീയുടെ കത്തുകൾ നിരന്തരം വന്നാൽ സഹപ്രവർത്തകർ കളിയാക്കുമെന്നാണ് കാരണം പറഞ്ഞത്. അദ്ദേഹം ചെയ്യുന്നത് പോലെ ഞാനും കത്തുകൾ ടൈപ്പ് ചെയ്ത് അയക്കാമെന്ന് പറഞ്ഞപ്പോൾ അതും സമ്മതിച്ചില്ല. കാരണം ഞാൻ എന്റെ കൈപ്പടയിൽ എഴുതിയാൽ മാത്രമേ അവ എന്നിൽ നിന്നും വരുന്നതായി അനുഭവപ്പെടുകയുള്ളൂ അത്രേ. ടൈപ്പ് ചെയ്തയച്ചാ ഞങ്ങൾക്കിടയിൽ ഒരു യന്ത്രം നിൽക്കുന്നത് പോലെ തോന്നുമെന്ന്. നോക്കൂ മിസ്റ്റർ ഹോംസ്, ഇതൊന്നും മാത്രം പോരെ എന്നോട് അദ്ദേഹത്തിന് എത്രമാത്രം സ്നേഹം ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കാൻ. നിസാര കാര്യങ്ങളിൽ പോലും അദ്ദേഹം അതീവ ശ്രദ്ധാലുവായിരുന്നു. ശരി. ഇത് ചില സൂചനകൾ നൽകുന്നുണ്ട്. നിസാരമെന്ന് തോന്നുന്ന കാര്യങ്ങൾ വളരെ നിർണായകമാണ് എന്നത് എന്റെ ഒരു വിശ്വാസ പ്രമാണമാണ്. മിസ്റ്റർ ഹോസ്മർ ഏഞ്ചലിനെ കുറിച്ച് നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും ഓർത്തു പറയാനുണ്ടോ?
അദ്ദേഹം വലിയ ലജ്ജാലുവായിരുന്നു. പകൽ വെളിച്ചത്തിലല്ല, വൈകുന്നേരങ്ങളിലാ അദ്ദേഹം എന്റെ കൂടെ നടക്കാൻ ഇഷ്ടപ്പെട്ടിരുന്നത്. ഒതുങ്ങി നിൽക്കാനാ തനിക്ക് താൽപര്യമെന്നാ പറഞ്ഞിരുന്നത്. വളരെ പതുങ്ങിയ സ്വഭാവക്കാരനും മാന്യനുമായിരുന്നു ഹോസ്മർ. എന്തിന്, അദ്ദേഹത്തിന്റെ ശബ്ദം പോലും വളരെ സൗമ്യവും ശാന്തവുമായിരുന്നു. ചെറുപ്പത്തിൽ തൊണ്ടയിലുണ്ടായ അണുബാധ കാരണമാണ് അദ്ദേഹത്തിന്റെ ശബ്ദത്തിന് ശക്തി കുറഞ്ഞതും സംസാരം മന്ത്രിക്കുന്നതുപോലെ ആയതും അത്രേ. എപ്പോഴും വൃത്തിയായി വേഷം ധരിച്ചിരുന്നു. എന്റെ കണ്ണുകൾ പോലെ അദ്ദേഹത്തിന്റെ കണ്ണുകളും കാഴ്ചശക്തി കുറഞ്ഞവയായിരുന്നു. വലിയ വെളിച്ചത്തെ തടയാൻ എപ്പോഴും നിറമുള്ള കണ്ണടയും ധരിച്ചിരുന്നു. ശരി. നിങ്ങളുടെ രണ്ടാനച്ഛൻ മിസ്റ്റർ വിൻഡിബാങ്ക് ഫ്രാൻസിൽ നിന്ന് തിരിച്ചെത്തിയപ്പോൾ എന്താണ് സംഭവിച്ചത്? അച്ഛൻ തിരിച്ചെത്തുന്നതിനു മുൻപ് തന്നെ വിവാഹിതരാകണമെന്ന് അദ്ദേഹം വീട്ടിൽ വന്ന് നിർദ്ദേശിച്ചു. എന്തു തന്നെ സംഭവിച്ചാലും ഞാൻ അദ്ദേഹത്തോട് സത്യസന്ധത പുലർത്തുമെന്ന് എന്നെക്കൊണ്ട് വേദപുസ്തകത്തിൽ പിടിച്ച് സത്യം ചെയ്യിച്ചു. അങ്ങനെ ചെയ്തതിൽ തെറ്റൊന്നുമില്ലെന്നും എന്നോടുള്ള അദ്ദേഹത്തിന്റെ അഗാധമായ സ്നേഹം മൂലമാണ് അങ്ങനെ ചെയ്യിച്ചതെന്നും എന്റെ അമ്മയും അഭിപ്രായപ്പെട്ടു. ശരി. ഇനി ഒരു കാര്യം ചോദിക്കട്ടെ. നിങ്ങളുടെ അമ്മ ഈ ബന്ധത്തിനെ അനുകൂലിച്ചിരുന്നോ? ആദ്യം മുതലേ അമ്മ വളരെ അനുകൂലമായിരുന്നു. ഈ വിവാഹം നടന്നു കാണാൻ എന്നേക്കാളും അമ്മയ്ക്കായിരുന്നു താൽപര്യം. ഒരാഴ്ചയ്ക്കകം വിവാഹിതരാകണമെന്ന് അമ്മ അഭിപ്രായപ്പെട്ടപ്പോൾ ഞാൻ അച്ഛന്റെ കാര്യം സൂചിപ്പിച്ചു. അച്ഛനെ കാര്യമാക്കണ്ടെന്നും എല്ലാം കഴിഞ്ഞ് അദ്ദേഹത്തോട് പറഞ്ഞാൽ മതിയെന്നും അമ്മ അതെല്ലാം ശരിയാക്കിക്കൊള്ളാമെന്നും ഇരുവരും ചേർന്നു പറഞ്ഞു. പക്ഷേ എനിക്കതത്ര ഇഷ്ടപ്പെട്ടില്ല. എന്നേക്കാൾ കുറച്ചു വയസ്സു മാത്രം പ്രായക്കൂടുതലുള്ള രണ്ടാനച്ഛനോട് അനുവാദം ചോദിക്കുന്നത് രസകരമായിരിക്കുമെന്ന് എനിക്ക് തോന്നി. മാത്രമല്ല, ഒരു കാര്യവും രഹസ്യമായി ചെയ്യാൻ എനിക്ക് ആഗ്രഹവും ഇല്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിന്റെ ഫ്രാൻസിലെ മേൽവിലാസത്തിൽ വിവരങ്ങൾക്ക് എഴുതി. പക്ഷേ വിവാഹത്തിന്റെ അന്ന് രാവിലെ അത് മടങ്ങി വന്നു. അത് വിൻഡിബാങ്കിന് കിട്ടിയില്ല അല്ലേ? അതെ സർ. അത് അവിടെ ചെല്ലുന്നതിനു മുൻപ് അദ്ദേഹം ഇംഗ്ലണ്ടിലേക്ക് തിരിച്ചിരുന്നു. ഓ, വളരെ നിർഭാഗ്യകരമായിപ്പോയി. വെള്ളിയാഴ്ചയായിരുന്നു നിങ്ങളുടെ വിവാഹം നടത്താൻ തീരുമാനിച്ചിരുന്നത് അല്ലേ? പള്ളിയിൽ വെച്ചായിരുന്നോ വിവാഹം നടത്താനിരുന്നത്? അതെ സർ. വളരെ ചുരുങ്ങിയ തോതിൽ കിങ്സ് ക്രോസിന് സമീപമുള്ള സെന്റ് സേവിയർ പള്ളിയിൽ വെച്ച്. അതിനുശേഷം സെന്റ് പാൻക്രാസ് ഹോട്ടലിൽ വെച്ച് പ്രഭാത ഭക്ഷണവും. ഒരു ചെറിയ കുതിരവണ്ടിയിലാണ് ഹോസ്മർ വന്നത്. ഞങ്ങൾ 3 പേർക്കും കൂടി അതിൽ കയറാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് അദ്ദേഹം അതിൽ നിന്നിറങ്ങി എന്നെയും അമ്മയും അതിൽ കയറ്റി വിട്ടിട്ട് പിന്നാലെ വന്ന ഒരു 4 ചക്രവണ്ടിയിൽ കയറി. ആദ്യം ഞങ്ങളാണ് പള്ളിയിലെത്തിയത്. അപ്പോൾ അദ്ദേഹം കയറിയ കുതിരവണ്ടി വന്നു നിന്നു. ഞങ്ങൾ അദ്ദേഹം ഇറങ്ങുന്നതും കാത്തുനിന്നു. എന്നിട്ട് ആ വണ്ടിയിൽ നിന്ന് ആരും ഇറങ്ങിയില്ല. വണ്ടിക്കാരനും ഞങ്ങളും ആ വണ്ടി മുഴുവൻ നോക്കി. ആരെയും കണ്ടില്ല. അയാൾ ഇടയ്ക്ക് ഇറങ്ങിയതാണെങ്കിലോ? പക്ഷേ വണ്ടിക്കാരൻ അദ്ദേഹം വണ്ടിയിൽ കയറി വാതിലടയ്ക്കുന്നത് സ്വന്തം കണ്ണുകൾ കൊണ്ട് കണ്ടതാണ്. എന്താണ് സംഭവിച്ചതെന്ന് ഊഹിക്കാനാവുന്നില്ല. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണിത് നടന്നത്. അദ്ദേഹത്തിന് എന്ത് സംഭവിച്ചു എന്നതിനെക്കുറിച്ച് വെളിച്ചം വീശുന്ന ഒന്നും തന്നെ ഞാൻ പിന്നീട് കാണുകയോ കേൾക്കുകയോ ചെയ്തിട്ടില്ല. നിങ്ങളെ അയാൾ വഞ്ചിക്കുകയായിരുന്നു എന്നെനിക്ക് തോന്നുന്നു. ഇല്ല സർ, ഒരിക്കലുമല്ല. അദ്ദേഹം വളരെ നല്ലവനും അനുകമ്പയുള്ളവനുമായിരുന്നു. അദ്ദേഹത്തിന് എന്നെ അങ്ങനെ ഉപേക്ഷിക്കാനാവില്ല. അവിചാരിതമായി എന്തു തന്നെ സംഭവിച്ചാലും അദ്ദേഹത്തോടുള്ള സ്നേഹത്തിന് മാറ്റം വരരുതെന്ന് അന്ന് രാവിലെ പലപ്പോഴും പറഞ്ഞിരുന്നു. എന്തെങ്കിലും കാരണം കൊണ്ട് ഞങ്ങൾ വേർപെടുത്തപ്പെടുകയാണെങ്കിൽ ഞാൻ ചെയ്ത പ്രതിജ്ഞ മറക്കരുതെന്നും എപ്പോൾ അദ്ദേഹം ആവശ്യപ്പെട്ടാലും അത് നിറവേറ്റണമെന്നും പറഞ്ഞു. വിവാഹ ദിവസം രാവിലെ പറയേണ്ട വാക്കുകളല്ല എന്ന് എനിക്ക് തോന്നിയെങ്കിലും പിന്നീട് നടന്നതിന്റെ മുന്നറിയിപ്പ് പോലെ ഇപ്പോൾ എനിക്ക് അനുഭവപ്പെടുന്നു. ശരിയാണ്. അപ്പോൾ മുൻകൂട്ടി കാണാനാവാത്ത എന്തോ ദുരന്തം ഹോസ്ബറിന് സംഭവിച്ചു എന്നാണോ? അതെ സർ. എന്തോ അപകടം അദ്ദേഹം സംശയിച്ചിരുന്നു. അല്ലെങ്കിൽ അന്ന് രാവിലെ അങ്ങനെ സംസാരിക്കില്ലല്ലോ. അദ്ദേഹം ഭയന്നതെന്താണോ അത് തന്നെ സംഭവിച്ചു
എന്നെനിക്ക് തോന്നുന്നു. എന്തായിരിക്കും സംഭവിച്ചത് എന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഒരു രൂപവുമില്ല അല്ലേ? ഒന്നുമില്ല. ആ, ഒരു ചോദ്യം കൂടി. നിങ്ങളുടെ അമ്മ ഈ സംഭവങ്ങളോട് എങ്ങനെയാണ് പ്രതികരിച്ചത്? അമ്മയ്ക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു. ഇനി ഈ കാര്യത്തെക്കുറിച്ച് മിണ്ടിപ്പോകരുതെന്ന് എന്നോട് പറഞ്ഞു. വിൻഡി ബാങ്കോ, അദ്ദേഹത്തോട് നിങ്ങൾ ഈ കാര്യങ്ങൾ പറഞ്ഞോ? പറഞ്ഞു. എന്നെപ്പോലെ തന്നെ എന്തോ അവിചാരിതമായി സംഭവിച്ചു എന്ന് അദ്ദേഹവും കരുതി. ആ, നീ ധൈര്യമായിരിക്കെ. ഹോസ്മർ താമസിയാതെ തന്നെ മടങ്ങിവരും. എന്തെങ്കിലും അവിചാരിതമായി സംഭവിച്ചു കാണും. അല്ലെങ്കിൽ പിന്നെ വിവാഹം ചെയ്യാനായി പള്ളിവാതിൽ വരെ എത്തിച്ചിട്ട് ഉപേക്ഷിക്കാൻ ആർക്കാണ് പ്രത്യേക താല്പര്യം? എന്നിൽ നിന്നും പണം കടം വാങ്ങിയിരുന്നെങ്കിലോ, വിവാഹം ചെയ്ത് എന്റെ സ്വത്ത് കൈവശപ്പെടുത്താനോ ആയിരുന്നെങ്കിൽ എന്തെങ്കിലും അർത്ഥമുണ്ടാകുമായിരുന്നു. എന്നാൽ പണം സംബന്ധമായ കാര്യങ്ങളിൽ അദ്ദേഹത്തിന് ആരെയും ആശ്രയിക്കേണ്ടിയിരുന്നില്ല. എന്റെ പണം അദ്ദേഹം ആഗ്രഹിച്ചിട്ടേയില്ല. എന്തായിരിക്കും സംഭവിച്ചത്? അദ്ദേഹം എന്താണ് എനിക്ക് എഴുതാത്തത്? ഓ, ഇതൊക്കെ ആലോചിച്ച് എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നു. രാത്രി ഒരുപോലെ കണ്ണടയ്ക്കാൻ എനിക്ക് സാധിക്കുന്നില്ല. കരയാതിരിക്കൂ, കരയാതിരിക്കൂ. നിങ്ങളുടെ കേസ് ഞാനൊന്ന് നോക്കട്ടെ. നമുക്ക് ഒരു പരിഹാരമുണ്ടാക്കാം. എന്നെ കാര്യങ്ങൾ ഏൽപ്പിച്ച് ധൈര്യമായിരിക്കൂ. ഇതേക്കുറിച്ച് ഇനി കൂടുതൽ ആലോചിച്ച് മനസ്സ് പുണ്ണാക്കേണ്ട ആവശ്യമില്ല. എല്ലാത്തിനും ഉപരിയായി മിസ്റ്റർ ഹോസ്മർ ഏഞ്ചലിനെ മറക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും അയാൾ മറഞ്ഞതുപോലെ. ഞാനിനി ഒരിക്കലും അദ്ദേഹത്തെ കാണില്ലെന്നാണോ താങ്കൾ പറഞ്ഞു വരുന്നത്? അതെ, എന്നാണ് ഞാൻ ഭയക്കുന്നത്. എങ്കിലും അദ്ദേഹത്തിന് എന്തായിരിക്കും സംഭവിച്ചിരിക്കുന്നത്? ആ പ്രശ്നം എനിക്ക് വിടൂ. ചുരുങ്ങിയ വാക്കുകളിൽ ഹോസ്മറിനെക്കുറിച്ചുള്ള വ്യക്തമായ ഒരു വിവരണം തരൂ. നിങ്ങൾക്ക് ലഭിച്ച ഏതെങ്കിലും കത്തുകളുണ്ടെങ്കിൽ അതും തരൂ. കഴിഞ്ഞ ശനിയാഴ്ചത്തെ ക്രോണിക്കിളിൽ ഞാനൊരു പരസ്യം നൽകിയിരുന്നു. ഇതാണതിലെ വാചകങ്ങൾ. ഇത് അദ്ദേഹം എനിക്കയച്ച 4 കത്തുകൾ. ശരി, നന്ദി മിസ് മേരി സദർലാൻഡ്. ഇനി നിങ്ങളുടെ മേൽവിലാസമോ? 31 ലിയോൺ പ്ലേസ്, കേംബർവെൽ. മിസ്റ്റർ ഹോസ്മർ ഏഞ്ചലിന്റെ മേൽവിലാസം നിങ്ങൾക്കറിയില്ല എന്ന് പറഞ്ഞല്ലോ. പറയൂ, നിങ്ങളുടെ അച്ഛന്റെ ഓഫീസ് എവിടെയാണ്? ഫെൻചർ തെരുവിൽ പ്രവർത്തിക്കുന്ന പ്രമുഖ വീഞ്ഞിറക്കുമതി കമ്പനിയായ വെസ്റ്റ് ഹൌസ് ആൻഡ് മാർബാങ്കിന്റെ വ്യാപാര പ്രതിനിധിയായി യാത്ര ചെയ്യുന്നതാണ് എന്റെ അച്ഛന്റെ ജോലി. ശരി, നിങ്ങൾ എല്ലാ വിവരങ്ങളും വളരെ വ്യക്തമായി നൽകിയിരിക്കുന്നു. നിങ്ങളുടെ കടലാസുകൾ ഇവിടെ തന്നേക്കൂ. പിന്നെ എന്റെ ഉപദേശം മറക്കരുത്. കഴിഞ്ഞ എല്ലാ സംഭവങ്ങളും ഇനി തുറക്കാനാവാത്ത വിധം മുദ്രവെച്ച ഒരു പുസ്തകമാണെന്ന് കരുതിക്കോളൂ. നിങ്ങളുടെ ഇനിയുള്ള ജീവിതത്തെ അത് ബാധിക്കരുത്. ശരി, നന്ദി മിസ്റ്റർ ഹോംസ്. താങ്കൾ എപ്പോൾ ആവശ്യപ്പെടുന്നു അപ്പോൾ ഞാൻ എത്തിക്കോളാം. ശരി ഡോക്ടർ വാട്സൺ. വാട്സൺ, എന്തു തോന്നുന്നു? ഭാവശൂന്യമായ മുഖമാണെങ്കിലും ബഹുമാനം തോന്നുന്ന ഒരുതരം കുലീനതയുണ്ട് അവൾക്ക്. അവളുടെ ചെറിയ പ്രശ്നത്തേക്കാൾ രസകരം അവൾ എന്ന വ്യക്തിയാണ്. പിന്നെ ഒരു കാര്യം, ഇതുപോലുള്ള കേസുകൾ മുമ്പുമുണ്ടായിട്ടുണ്ട്. 77-ൽ ആൻഡോവറിലും കഴിഞ്ഞ കൊല്ലം ഹേഗിലും ഇതുപോലെ സംഭവിച്ചിട്ടുണ്ട്. ആശയം പഴയതാണെങ്കിലും 2-3 വസ്തുതകൾ ഈ കേസിൽ എനിക്ക് പുതിയതായി തോന്നുന്നു. ആ ചെറുപ്പക്കാരി തന്നെ ധാരാളം വിവരങ്ങൾ നൽകി. എനിക്ക് കാണാൻ കഴിയാത്ത ധാരാളം കാര്യങ്ങൾ അവളെ നിരീക്ഷിച്ച് കണ്ടെത്തി എന്ന് തോന്നുന്നല്ലോ. വാട്സൺ, നിങ്ങൾക്ക് കാണാൻ കഴിയാത്തതല്ല, പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കാതിരുന്നതാണ്. എന്താണ് അല്ലെങ്കിൽ എവിടെയാണ് നോക്കേണ്ടത് എന്ന് നിങ്ങൾക്കറിയില്ല. അതിനാൽ തന്നെ വളരെ നിർണായകമായ കാര്യങ്ങളൊക്കെ നിങ്ങൾ വിട്ടുപോയി. ഉടുപ്പിന്റെ കൈകളുടെ പ്രാധാന്യത്തെക്കുറിച്ചും
തള്ളവിരലിലെ നഖങ്ങൾ നൽകുന്ന സൂചനകളെക്കുറിച്ചും ഷൂലേസ് നൽകുന്ന വ്യക്തമായ വലിയ കാര്യങ്ങളെക്കുറിച്ചും നിങ്ങളെ എനിക്ക് ഒരിക്കലും പറഞ്ഞു മനസ്സിലാക്കാൻ സാധിക്കില്ല. അവൾ വലിയ അരികുള്ള നല്ല ചുവന്ന തൂവൽ അലങ്കരിക്കുന്ന വൈക്കോൽ തൊപ്പിയാണ് ധരിച്ചിരിക്കുന്നത്. അവളുടെ കറുത്ത ജാക്കറ്റിൽ കറുത്ത മുത്തുകൾ തുന്നിച്ചേർത്തിട്ടുണ്ട്. ഇരുണ്ട കാപ്പി നിറത്തിലുള്ള വസ്ത്രമാണ് ധരിച്ചിരുന്നത്. കയ്യുറകൾക്ക് തവിട്ട് നിറമായിരുന്നു. വലതു കൈയിലെ ചൂണ്ടുവിരലിന്റെ ഭാഗത്ത് ആ കയ്യുറ അല്പം ദ്രവിച്ചിരുന്നു. അവളുടെ ബൂട്ടുകൾ ഞാൻ ശ്രദ്ധിച്ചില്ല. കാതുകളിൽ ചെറിയ സ്വർണ്ണ വളയങ്ങൾ ധരിച്ചിരുന്നു. ചുരുക്കത്തിൽ സാമാന്യം നന്നായി കഴിയാനുള്ള ചുറ്റുപാടുകളിൽ സുഖകരമായ ജീവിതം നയിക്കുന്നവളാണ് എന്ന് തോന്നുന്നു. സബാഷ് വാട്സൺ, നിങ്ങൾ അതിശയകരമായ രീതിയിൽ പുരോഗമിച്ചിരിക്കുന്നു. സത്യത്തിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾ വിട്ടുകളഞ്ഞിരിക്കുന്നുവെങ്കിലും അതിന്റെ വഴികൾ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നു. മാത്രമല്ല, നിറങ്ങളിൽ നിങ്ങൾക്ക് നല്ല കണ്ണുണ്ട്. നോക്കൂ, പൊതുവായ വസ്തുതകൾ വിശ്വസിക്കരുത്. വിശദാംശങ്ങളിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത്. ഒരു സ്ത്രീയുടെ ഉടുപ്പിന്റെ കൈകളിലാണ് ഞാൻ ആദ്യം നോക്കുന്നത്. പുരുഷനാണെങ്കിൽ അയാളുടെ പാന്റിന്റെ മുട്ടിലാകും എന്റെ ശ്രദ്ധ പതിയുന്നത്. ഇപ്പോൾ വന്ന യുവതിയുടെ ഉടുപ്പിന്റെ കൈകൾ നിങ്ങൾ ശ്രദ്ധിച്ചോ? കൈക്കുഴയുടെ ഭാഗത്ത് തുണിയിൽ വരകൾ പോലെ ചില പാടുകൾ കണ്ടില്ലേ? ടൈപ്പ് ചെയ്യാൻ മേശയ്ക്ക് മേൽ കൈകൾ അമർത്തി വെക്കുമ്പോൾ ഉണ്ടാകുന്ന പാടുകളാണവ. കൈകൾ കൊണ്ട് പ്രവർത്തിക്കുന്ന തയ്യൽ യന്ത്രവും ഇതുപോലെയുള്ള അടയാളങ്ങൾ ഉണ്ടാക്കും. പക്ഷേ അവ ഇടത് കൈയിൽ മാത്രമാവും. പിന്നെ അവളുടെ മുഖത്ത് നോക്കിയപ്പോൾ മൂക്കിന്റെ ഇരുവശങ്ങളിലും കണ്ണടയുടെ പാടുകൾ കണ്ടു. പിന്നെ എനിക്ക് കൂടുതൽ ആലോചിക്കേണ്ടി വന്നില്ല. വെള്ളെഴുത്തുള്ള ടൈപ്പിസ്റ്റാണ് എന്ന് ഞാൻ പറഞ്ഞപ്പോൾ അവൾ അത്ഭുതപ്പെട്ടു. അതെ, ഞാനും അതിശയിച്ചു പോയി. പക്ഷെ എനിക്ക് അത് വളരെ വ്യക്തമായിരുന്നു. പിന്നെ അവൾ ധരിച്ചിരുന്ന ബൂട്ടുകൾ രണ്ടും വ്യത്യസ്തമായിരുന്നു. എന്ന് മാത്രമല്ല, പ്രത്യേകത ഉള്ളതുമായിരുന്നു. ഒന്നിൽ ആകെയുള്ള 5 ബട്ടണുകളിൽ താഴെയുള്ള 2 മാത്രമേ ഇട്ടിരുന്നുള്ളൂ. അടുത്തതിൽ 1-ാമത്തേതും 3-ാമത്തേതും 5-ാമത്തേതുമാണ് ഇട്ടിരുന്നത്. നല്ലവണ്ണം വേഷം ധരിച്ച ഒരു സ്ത്രീ പകുതി ബട്ടണുകളിട്ട് വിചിത്രമായ ബൂട്ടുകൾ ധരിച്ചു കാണുമ്പോൾ അവൾ വീട്ടിൽ നിന്ന് വളരെ ധൃതിയിലാണ് ഇറങ്ങി വന്നത് എന്ന് പറയാൻ അധികം അനുമാനമൊന്നും വേണ്ട. പിന്നെ എന്താണ്? അവൾ വീട്ടിൽ നിന്ന് പുറപ്പെടുന്നതിന് മുൻപ് എന്തോ എഴുതി എന്നെനിക്ക് മനസ്സിലായി. അതും എല്ലാ വേഷവും ധരിച്ച ശേഷം. അവളുടെ വലതു കൈയിലെ ചൂണ്ടുവിരലിന്റെ ഭാഗത്ത് കയ്യുറ ഒന്ന് ചെറുതായി കീറിയിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? എന്ന് മാത്രമല്ല, 2 കയ്യുറകളിലും വിരലുകളിലും വയലറ്റ് മഷിയുടെ പാടുകൾ ഉണ്ടായിരുന്നു. അവൾ പേന വളരെ ആഴത്തിൽ മഷിയിൽ മുക്കി ഇന്ന് രാവിലെ തന്നെയാണ് ധൃതിയിൽ എഴുതിയത്. അല്ലെങ്കിൽ ഇത്ര വ്യക്തമായി ആ പാടുകൾ അവശേഷിക്കില്ലായിരുന്നു. വളരെ പ്രാഥമികമാണെങ്കിലും ഈ നിരീക്ഷണങ്ങളൊക്കെ എനിക്ക് രസകരം തന്നെ. വാട്സൺ, മിസ്റ്റർ ഹോസ്മർ ഏഞ്ചലിനെ കുറിച്ചുള്ള ആ പത്രപരസ്യം നിങ്ങളൊന്ന് വായിക്കാമോ? വായിക്കാം. കാണാനില്ല. 14-ാം തീയതി രാവിലെ മുതൽ ഹോസ്മർ ഏഞ്ചൽ എന്ന ആളെ കാണാനില്ല. ഏകദേശം 5 അടി 7 ഇഞ്ച് ഉയരം, ഇരുനിറം, കരുത്തുള്ള ശരീരം, മുന്നിൽ നടുക്കായി അല്പം കഷണ്ടി കയറിയ കറുത്ത മുടി, കട്ടിയുള്ള കറുത്ത മീശയും കൃതാവും, നിറമുള്ള കണ്ണട ധരിച്ചിട്ടുണ്ട്. സംസാരത്തിൽ അല്പ വൈകല്യം. അവസാനം കാണുമ്പോൾ ധരിച്ചിരുന്നത് സിൽക്ക് കൊണ്ട് മുൻഭാഗം തുന്നിയ കോട്ട്, കറുത്ത വേസ്റ്റ് കോട്ട്, തവിട്ട് നിറത്തിലുള്ള ട്രൗസേഴ്സ്. ലെയ്ഡൽ ഹാൾ തെരുവിലെ ഒരു ഓഫീസിൽ ജോലി നോക്കുന്നു. ആരെങ്കിലും മതി വാട്സൺ, ഇനി നമുക്ക് ആ കത്തുകളൊന്ന് പരിശോധിക്കാം. വെറും സാധാരണ എഴുത്തുകൾ. ബൽസാക്കിനെ ഒരു തവണ ഉദ്ധരിക്കുന്നു എന്നതിൽ കവിഞ്ഞ് ഹോസ്മറെക്കുറിച്ച് ഒരു സൂചന പോലുമില്ല ഇവയിൽ. പിന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് ശ്രദ്ധയിൽ വരുന്ന ഒരു പ്രത്യേകതയുണ്ട് ഈ കത്തുകളിൽ. അതെ, അവയെല്ലാം ടൈപ്പ് ചെയ്തവയാണ്. എന്ന് മാത്രമല്ല, ഒപ്പുപോലും ടൈപ്പ് ചെയ്തിരിക്കുകയാണ്. നോക്കൂ, എത്ര വൃത്തിയായി താഴെ ഹോസ്മർ ഏഞ്ചൽ എന്ന് മനോഹരമായി ടൈപ്പ് ചെയ്തിരിക്കുന്നു. തീയതിയുമുണ്ട്, പക്ഷേ മേൽവിലാസമില്ല. വളരെ അവ്യക്തമായി ലെയ്ഡൻ ഹാൾ എന്ന് മാത്രം. പക്ഷേ ഒപ്പിനെക്കുറിച്ച് ഒരു കാര്യം വളരെ വ്യക്തം.
അത് നിർണായക സൂചനകൾ നൽകുന്നതാണ്. എന്തിനെക്കുറിച്ച്? ഓ എന്റെ പ്രിയ സുഹൃത്തേ, അതിന് ഈ കേസിൽ എത്രത്തോളം സ്വാധീനമുണ്ടെന്ന് നിങ്ങൾ കാണുന്നില്ലേ? വിശ്വാസവഞ്ചനയ്ക്ക് അയാളെ വിസ്തരിക്കേണ്ടി വന്നാൽ സ്വന്തം ഒപ്പ് നിഷേധിക്കാൻ അയാൾ ആഗ്രഹിച്ചില്ലെങ്കിൽ ഇതിൽ പ്രാധാന്യമുണ്ടെന്ന് എനിക്ക് പറയാനാവില്ല. പക്ഷെ അതല്ല പ്രശ്നം. എന്തായാലും ഞാൻ 2 കത്തുകൾ തയ്യാറാക്കാൻ പോവുകയാണ്. അതോടെ കാര്യങ്ങൾ എളുപ്പമാകും. ഒന്ന് നഗരത്തിലൊരു സ്ഥാപനത്തിലേക്ക്, മറ്റേത് മിസ് മേരി സദർലാൻഡിന്റെ രണ്ടാനച്ഛൻ മിസ്റ്റർ വിൻഡി ബാങ്കിന്. നാളെ വൈകുന്നേരം 6 മണിക്ക് നമുക്കിവിടെ കാണാനാകുമോ എന്നാവശ്യപ്പെട്ടുകൊണ്ട്. കുടുംബത്തിലെ പുരുഷന്മാരുമായി ഇടപാടുകൾ നടത്തുകയാണല്ലോ അതിന്റെ ശരി. ഡോക്ടർ, ഈ കത്തുകൾക്ക് മറുപടി ലഭിക്കുന്നതുവരെ നമുക്കൊന്നും ചെയ്യാനില്ല. അതിനാൽ ഈ ചെറിയ പ്രശ്നം നമുക്ക് തൽക്കാലം മാറ്റിവെക്കാം. എന്തായി ഹോംസ്? മിസ് സദർലാൻഡിന്റെ പ്രശ്നം പരിഹാരം വല്ലതുമായോ? ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ ചില രസമുള്ള വസ്തുതകളല്ലാതെ അതിൽ വലിയ ദുരൂഹതയൊന്നുമില്ല. എങ്കിലും ആ തെമ്മാടിയെ വലയിലാക്കാൻ നമ്മുടെ നിയമങ്ങൾക്ക് ശക്തിയില്ല എന്നൊരു കുറവ് മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. ആരാണവൻ? ആ പാവം മിസ് സദർലാൻഡിനെ വഞ്ചിക്കാൻ എന്താണ് കാരണം? ആ പെൺകുട്ടിയുടെ രണ്ടാനച്ഛൻ മിസ്റ്റർ ജെയിംസ് വിൻഡി ബാങ്ക് 6 മണിക്ക് ഇവിടെ എത്തുമെന്ന് അയാൾ അറിയിച്ചിരുന്നു. അത് അയാൾ തന്നെ ആയിരിക്കും. വരൂ, അകത്ത് വരൂ. ഗുഡ് ഈവനിംഗ് മിസ്റ്റർ ജെയിംസ് വിൻഡി ബാങ്ക്. ഈ ടൈപ്പ് ചെയ്ത കത്ത് താങ്കളുടേതാണ് എന്ന് കരുതുന്നു. എന്നെ കാണാൻ 6 മണിക്കെത്തും എന്നറിയിക്കുന്ന കത്ത്. അതെ സാർ, ഞാനല്പം വൈകിയോ എന്ന് ഞാൻ ഭയക്കുന്നു. പക്ഷേ ഞാൻ എന്റെ യജമാനല്ല എന്ന് താങ്കൾക്കറിയാമല്ലോ. പിന്നെ മിസ് സദർലാൻഡ്, ഈ ഒരു ചെറിയ പ്രശ്നത്തിന് താങ്കളെ ബുദ്ധിമുട്ടിച്ചതിൽ എനിക്ക് സങ്കടമുണ്ട്. ഇത്തരം കാര്യങ്ങളിലെ പരസ്യമായ വിഴുപ്പലക്കൽ എനിക്കിഷ്ടമല്ല. എന്റെ അനുമതിയില്ലാതെയാണ് അവൾ വന്നത്. പക്ഷെ അവൾ എടുത്തുചാട്ടക്കാരിയും വലിയ ആവേശക്കാരിയുമാണെന്ന് താങ്കൾക്ക് മനസ്സിലായി കാണും. ഒരു കാര്യത്തിൽ മനസ്സ് വെച്ചാൽ പിന്നെ അവളെ നിയന്ത്രിക്കാൻ വലിയ പ്രയാസമാണ്. പിന്നെ നിങ്ങൾ ഔദ്യോഗിക പോലീസ് അല്ലാത്തതുകൊണ്ട് ഞാനത് കാര്യമാക്കുന്നില്ല. ഇതുപോലെ കുടുംബത്തിലെ ഒരു ദൌർഭാഗ്യകരമായ കാര്യം പുറത്തു പറയുന്നത് അത്ര നല്ലതല്ല എന്ന് മാത്രമല്ല, അതൊരു ചെലവേറിയ പാഴ്വേലയുമാണ്. കാരണം ഈ ഹോസ്മറിനെ നിങ്ങൾക്ക് എങ്ങനെ കണ്ടെത്താനാവും? നേരെ മറിച്ച് ഈ ഹോസ്മറിനെ കണ്ടുപിടിക്കുന്നതിൽ വിജയിക്കും എന്ന് വിശ്വസിക്കാൻ എനിക്ക് കാരണങ്ങൾ ഏറെ ഉണ്ടെങ്കിലോ? എനിക്ക് സന്തോഷമായി. ഒരു വ്യക്തിയുടെ കൈപ്പടയ്ക്കുള്ള വ്യക്തിത്വം ഒരു ടൈപ്പ് റൈറ്ററിനുമുണ്ട് എന്നത് വളരെ കൗതുകകരമാണ്. പുതിയവയല്ലെങ്കിൽ 2 വ്യത്യസ്ത ടൈപ്പ് റൈറ്ററുകളിൽ ടൈപ്പ് ചെയ്തവ ഒരിക്കലും ഒരുപോലെയാകില്ല. ചില അക്ഷരങ്ങൾ മറ്റുള്ളവയേക്കാൾ കൂടുതൽ തേഞ്ഞുപോകും. ചിലവയുടെ ഒരു വശം മാത്രം തേഞ്ഞുപോകും. ഇനി നിങ്ങളുടെ ഈ കുറിപ്പിനെക്കുറിച്ച് അഭിപ്രായം പറയൂ മിസ്റ്റർ വിൻഡി ബാങ്ക്. ഈ എന്ന അക്ഷരം എല്ലായിടത്തും അല്പം ചരിഞ്ഞിരിക്കുന്നു. അതുപോലെ ആർ എന്ന അക്ഷരത്തിന്റെ വാലിന് ഒരു ചെറിയ കുഴപ്പമുണ്ട്. 14 പ്രത്യേകതകളിൽ ഇവയാണ് ഏറെ സ്പഷ്ടമായത്. ഓഫീസിലെ എഴുത്തുകൂത്തുകളെല്ലാം ഈ മെഷീൻ കൊണ്ടാണ് ചെയ്യുന്നത്. അത് ഉപയോഗം കൊണ്ട് അല്പം തേഞ്ഞതാണ് എന്നതിൽ സംശയമില്ല. മിസ്റ്റർ വിൻഡി ബാങ്ക്, ഞാനിനി രസകരമായ ഒരു പഠനം നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ അടുത്ത ദിവസങ്ങളിൽ ഞാൻ ടൈപ്പ് റൈറ്ററും കുറ്റകൃത്യങ്ങളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് കുറേ കാര്യങ്ങൾ പഠിച്ചു. ഈ വിഷയത്തെക്കുറിച്ച് ഒരു ചെറിയ പ്രബന്ധം തന്നെ തയ്യാറാക്കിയിട്ടുണ്ട്. കാണാതായ മനുഷ്യൻ അയച്ചു എന്ന് കരുതപ്പെടുന്ന 4 കത്തുകൾ എന്റെ പക്കലുണ്ട്. ഓരോ കത്തിലെയും ഇ എന്ന അക്ഷരം ചരിഞ്ഞിട്ടാണ്. അതുപോലെ ആർ എന്ന അക്ഷരത്തിന്റെ വാലും ശരിയല്ല. എന്റെ ഭൂതക്കണ്ണാടി ഉപയോഗിച്ച് നോക്കിയാൽ മറ്റ് 14 പ്രത്യേകതകൾ കൂടി നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇത്തരത്തിലുള്ള ഭ്രാന്തൻ വർത്തമാനം പറഞ്ഞ സമയം കളയാൻ എനിക്കില്ല. നിങ്ങൾക്ക് കാണാതായ ആ മനുഷ്യനെ പിടിക്കാൻ പറ്റുമെങ്കിൽ പിടിക്കൂ. അത് ചെയ്തിട്ട് എന്നെ അറിയിക്കൂ. തീർച്ചയായും ഞാൻ അയാളെ പിടികൂടിയെന്ന് നിങ്ങളെ അറിയിക്കുന്നു. എന്ത്? എവിടെ? ഇതിൽ നിന്നും
നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധ്യമല്ല മിസ്റ്റർ വിൻഡി ബാങ്ക്. കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമാണ്. പിന്നെ ഇത്ര നിസ്സാരമായ പ്രശ്നം എനിക്ക് പരിഹരിക്കാൻ കഴിയില്ല എന്ന് നിങ്ങൾ പറഞ്ഞത് വളരെ മോശമായി പോയി. ഇരിക്കൂ, നമുക്ക് ഈ പ്രശ്നമൊക്കെ സംസാരിച്ചു തീർക്കാം. പക്ഷെ അതൊന്നും കേസാക്കാനാകില്ല. ഇത് കേസാക്കാനാകില്ലെന്ന് എനിക്കും അറിയാം. പക്ഷേ നമുക്ക് തമ്മിൽ പറയാമല്ലോ. എന്റെ മുന്നിൽ വന്നതിൽ ഏറ്റവും ക്രൂരവും സ്വാർത്ഥവും ഹൃദയശൂന്യവും നീചവുമായ പ്രവൃത്തിയാണിത്. ഞാനിനി ആ സംഭവങ്ങളുടെ ചുരുളഴിക്കാം. എനിക്ക് തെറ്റിയെങ്കിൽ നിങ്ങൾക്കെന്നെ തിരുത്താം. തന്നേക്കാൾ വളരെ പ്രായക്കൂടുതലുള്ള ഒരു സ്ത്രീയെ ഒരാൾ സ്വത്ത് മോഹിച്ച് വിവാഹം കഴിക്കുന്നു. ഭാര്യയുടെ മകളുടെ പണം അവൾ കൂടെ താമസിക്കുന്ന കാലത്തോളം അയാൾക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ തുകയാണ്. അതുകൊണ്ട് അതില്ലാതാവുന്നത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും. അത് നിലനിർത്താൻ ശ്രമിക്കേണ്ടിയിരിക്കുന്നു. മകളാകട്ടെ വളരെ നല്ലവളും സ്നേഹമുള്ളവളും. ഈ ഗുണങ്ങൾ കൊണ്ടുതന്നെ അവൾ ഏറെക്കാലം അവിവാഹിതയായിരിക്കില്ല എന്ന് വ്യക്തമായി. അവൾ വിവാഹിതയായാൽ അവൾക്ക് ലഭിക്കുന്ന പലിശ നഷ്ടപ്പെടുക എന്നതാണർത്ഥം. അതുകൊണ്ട് അവളുടെ വിവാഹം തടയാൻ രണ്ടാനച്ഛൻ എന്താണ് ചെയ്യേണ്ടത്? തന്റെ സമപ്രായക്കാരുമായി കൂട്ടുകൂടുന്നതിൽ നിന്നും അവളെ വിലക്കി വീട്ടിൽ തന്നെ നിർത്തുക. പക്ഷേ അത് ശാശ്വത പരിഹാരമല്ല എന്ന് അയാൾക്ക് മനസ്സിലായി. അവൾ തന്റെ അവകാശത്തെക്കുറിച്ച് ബോധവതിയായി. ഏതോ ഒരു വിരുന്നിന് പോകുമെന്ന് അവൾ വാശി പിടിച്ചു. അപ്പോൾ അവളുടെ ബുദ്ധിമാനായ രണ്ടാനച്ഛൻ എന്തു ചെയ്തു? അയാളുടെ ഹൃദയത്തിൽ നിന്നല്ല, തലച്ചോറിൽ നിന്ന് രൂപം കൊണ്ട ഒരു പദ്ധതി അയാൾ നടപ്പിലാക്കി. തന്റെ ഭാര്യയുടെ അറിവോടെയും സഹകരണത്തോടെയും അയാൾ വേഷപ്രച്ഛന്നനായി. തീക്ഷ്ണമായ കണ്ണുകളെ നിറമുള്ള കണ്ണാടയണിഞ്ഞ് മറച്ചു. കറുത്ത കട്ടിയുള്ള മീശയും കൃതാവും മുഖത്തണിഞ്ഞു. നല്ല ദൃഢമായ സ്വരം ക്ഷീണിച്ച മന്ദണ്ണമാക്കി മാറ്റി. ആ പാവം പെൺകുട്ടിയുടെ കാഴ്ചക്കുറവ് മുതലെടുത്ത് അങ്ങനെ ജെയിംസ് വിൻഡി ബാങ്ക് മിസ്റ്റർ ഹോസ്മർ ഏഞ്ചലായി മാറി. അയാൾ തന്നെ അവളെ പ്രേമിച്ചുകൊണ്ട് മറ്റു കാമുകന്മാരെ അവളിൽ നിന്നും അകറ്റി. മിസ്റ്റർ വിൻഡി ബാങ്ക്, നിങ്ങൾ വിരിച്ച വലയിൽ അവൾ വീഴുമെന്ന് ഒരുപക്ഷെ നിങ്ങൾ പോലും കരുതി കാണില്ല. ആ പെൺകുട്ടി പാവം എല്ലാം പൂർണ്ണമായും വിശ്വസിച്ചു. രണ്ടാനച്ഛൻ ഫ്രാൻസിലായിരുന്നതിനാൽ ഇതൊരു ചതിയാണെന്ന് അവൾ ഒരു നിമിഷം പോലും സംശയിച്ചില്ല. എന്ന് മാത്രമല്ല, ഹോസ്മറിന്റെ പുകഴ്ത്തലിലും സ്നേഹാഭിനയത്തിലും പാവം വീണുപോയി. പിന്നെ സ്വന്തം അമ്മയും അയാളെ തുറന്ന് പിന്തുണച്ചതോടെ അവളുടെ വിശ്വാസം വർദ്ധിച്ചു. അപ്പോൾ ഹോസ്മർ അവളെ സന്ദർശിക്കാൻ തുടങ്ങി. യഥാർത്ഥ ഫലം ലഭിക്കണമെങ്കിൽ കാര്യങ്ങൾ ആവുന്നത്ര മുന്നോട്ട് കൊണ്ടുപോകണം എന്നത് വ്യക്തമായിരുന്നു. അങ്ങനെ സമാഗമങ്ങൾക്ക് അവസരങ്ങൾ ഉണ്ടാക്കി, അല്ലെങ്കിൽ ഉണ്ടായി. താമസിയാതെ അത് വിവാഹ വാഗ്ദാനം വരെ എത്തി. അതെ, വാട്സൺ, അതിന്റെ കാര്യം എന്താണ് എന്ന് മനസ്സിലായില്ലേ? മനസ്സിലായി. വളരെ ലളിതം. മേരിയുടെ ശ്രദ്ധയും പ്രേമവും മറ്റൊരാളിലേക്ക് തിരിയാതിരിക്കാൻ. കറക്റ്റ്. ഇടയ്ക്കിടെ ഫ്രാൻസിലേക്കുള്ള യാത്ര എന്നതൊക്കെ വലിയ ബുദ്ധിമുട്ടായപ്പോൾ ഒരു നാടകീയമായ അന്ത്യത്തിലൂടെ കുറച്ചുകാലം മറ്റൊരാളോട് അവൾക്ക് താൽപര്യം തോന്നാത്ത രീതിയിൽ കാര്യങ്ങൾ എത്തിക്കാനുള്ള പദ്ധതി ഒരുക്കി. ഓ, അതാണ് വേദപുസ്തകത്തിൽ തൊട്ട് വിശ്വസ്തത ഉറപ്പാക്കാനുള്ള ശപഥം എടുപ്പിച്ചത് അല്ലേ? പിന്നെ വിവാഹ ദിവസം എന്തോ സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്ന സൂചനയും അതിന്റെ ബാക്കിയായിരുന്നു. ഓ ശരിയാ, ഓർക്കുന്നു. എന്ത് സംഭവിച്ചാലും വാക്ക് മാറരുതെന്നും തനിക്ക് വേണ്ടി ഭാവിയിലും കാത്തിരിക്കണമെന്നുമുള്ള വികാരപരമായ ആവശ്യങ്ങൾ. അതെ, മറ്റൊരാളെക്കുറിച്ച് ആലോചിക്കാൻ പോലും സാധിക്കാത്ത വിധം മേരി സദർലാൻഡിനെ ഹോസ്മർ ഏഞ്ചലിലേക്ക് തളച്ചിടണമെന്ന് ജെയിംസ് വിൻഡി ബാങ്ക് ആഗ്രഹിച്ചു. അതിനുള്ള നാടകങ്ങളായിരുന്നു ഇതൊക്കെ. അതിനാണ് വിവാഹം തീരുമാനിച്ച് തന്റെ ആത്മാർത്ഥത തെളിയിച്ച് അവളെ പള്ളിവാതിൽക്കൽ വരെ എത്തിച്ചത്. പക്ഷേ എനിക്ക് മനസ്സിലാകാത്തത്, അമ്മയും മകളെയും പള്ളിയിലെത്തിച്ചിട്ട് ഇയാൾ എങ്ങനെ തന്റെ വണ്ടിയിൽ നിന്നും രക്ഷപ്പെട്ടുവെന്നാണ്. പറയൂ മിസ്റ്റർ വിൻഡി ബാങ്ക്, എങ്ങനെയാണ് നിങ്ങൾക്കത് സാധിച്ചത്? ഇല്ല,
വിൻഡി ബാങ്ക് അത് പറയില്ല. ദാ തലകുനിച്ചിരിക്കുന്നത് കണ്ടില്ലേ അയാൾ, ഒരക്ഷരമിണ്ടാതെ. ഞാൻ തന്നെ പറയാം. ബോധപൂർവം 2 പേർക്ക് മാത്രം കയറാൻ കഴിയുന്ന ചെറിയ വണ്ടി കൊണ്ടുവന്ന് മേരിയെയും അവളുടെ അമ്മയെയും പള്ളിയിലേക്ക് അയച്ചു. പിന്നെ ഇയാൾ 2 വാതിലുള്ള 4 ചക്രവണ്ടി പിടിച്ചു. ആ പഴയ തന്ത്രം. വണ്ടിയുടെ വേഗം പതുക്കെയാകുമ്പോൾ വണ്ടിക്കാരൻ പോലും അറിയാതെ മറ്റേ വാതിലിലൂടെ പുറത്തിറങ്ങി രക്ഷപ്പെടുക. എന്താ മിസ്റ്റർ വിൻഡി ബാങ്ക്, ഞാൻ പറഞ്ഞതൊക്കെ ശരിയല്ലേ? മിസ്റ്റർ ഹോംസ്, നിങ്ങൾ പറഞ്ഞതുപോലെയാകാം, അല്ലാതെയുമാകാം. നിങ്ങൾ കുശാഗ്ര ബുദ്ധിയാണ്. എങ്കിൽ ഇപ്പോൾ നിയമം ലംഘിക്കുന്നത് നിങ്ങൾ തന്നെയാണ്, ഞാനല്ല. ഇത് മനസ്സിലാക്കാനുള്ള ബുദ്ധിയെങ്കിലും നിങ്ങൾക്കുണ്ടാകണം. നിയമവിരുദ്ധമായി ഞാനൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ ഈ വാതിൽ അടച്ചുപൂട്ടിയിട്ടിരിക്കുന്ന നിങ്ങൾ നിയമവിരുദ്ധമായി തടഞ്ഞുവെക്കൽ, കയ്യേറ്റം തുടങ്ങിയവയ്ക്ക് ശിക്ഷിക്കപ്പെടാം. അത് ഓർത്തോളൂ. നിങ്ങൾ പറയുന്നത് വളരെ ശരിയാണ്. നിയമത്തിന് നിങ്ങളെ തൊടാനാവില്ല. പക്ഷേ നിങ്ങളെക്കാൾ ശിക്ഷ അർഹിക്കുന്ന മറ്റൊരാൾ ഉണ്ടായിട്ടില്ല. ആ പാവം പെൺകുട്ടിക്ക് ഒരു സഹോദരനോ നല്ലൊരു സുഹൃത്തോ ഉണ്ടായിരുന്നുവെങ്കിൽ അവളെ വിശ്വസിപ്പിച്ച് വഞ്ചിച്ച നിങ്ങൾക്ക് ചാട്ടയടി നൽകുമായിരുന്നു. നിങ്ങളുടെ മുഖത്തെ പുച്ഛഭാവം ഞാൻ കാണുന്നു. എന്റെ കക്ഷിയോടുള്ള എന്റെ കടമയുടെ ഭാഗമല്ല ഇതെങ്കിലും എനിക്ക് അത് ചെയ്യാതിരിക്കാനാവുന്നില്ല. വാട്സൺ, ആ ചാട്ട ഇങ്ങ് കൊണ്ടുവരൂ. ഇയാളെ അങ്ങനെ വിടാൻ ഒക്കില്ല. വാട്സൺ, നോക്കൂ, എന്തൊരു കാഴ്ച. ദാ മിസ്റ്റർ ജെയിംസ് വിൻഡി ബാങ്ക് തെരുവിലൂടെ ഓടി രക്ഷപ്പെടുന്നത് കണ്ടോ? നിർദയനായ തെമ്മാടി. അയാൾ ഒരു കുറ്റത്തിൽ നിന്നും മറ്റൊന്നിലെത്തും. അവസാനം കഴുമരത്തിലാവും അന്ത്യം. പക്ഷേ ഹോംസ്, ചില കാര്യങ്ങൾ എനിക്ക് ഇനിയും വ്യക്തമാകാനുണ്ട്. പറയാം വാട്സൺ. ഹോസ്മർ ഏഞ്ചലിന്റെ ഈ അസാധാരണ പെരുമാറ്റത്തിന് പിന്നിൽ എന്തോ ഒരു ലക്ഷ്യമുണ്ട് എന്ന കാര്യം ആദ്യമേ തന്നെ എനിക്ക് വ്യക്തമായിരുന്നു. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നിടത്തോളം ഈ സംഭവം കൊണ്ട് യഥാർത്ഥത്തിൽ ലാഭം കിട്ടിയ ഒരേയൊരു വ്യക്തി ആ രണ്ടാനച്ഛൻ തന്നെയാണ്. പിന്നെ ഒരു പ്രധാന കാര്യം, 2 പേരും, ഹോസ്മർ ഏഞ്ചലും ജെയിംസ് വിൻഡി ബാങ്കും ഒരിക്കലും തമ്മിൽ കാണുന്നില്ല എന്നതും, ഒരാൾ അകലെയായിരിക്കുമ്പോഴാണ് മറ്റേയാൾ പ്രത്യക്ഷപ്പെട്ടത് എന്നതും സംശയത്തിന് ഇടയാക്കി. നിറം പിടിപ്പിച്ച കണ്ണടയും അസാധാരണമായ ശബ്ദവും പിന്നെ ആ കട്ടി മീശയും കിറാവുമൊക്കെ ഒരാൾമാറാട്ടത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഒപ്പം ടൈപ്പ് ചെയ്യുന്ന രീതിയും എന്റെ സംശയങ്ങളെ ബലപ്പെടുത്തി. വിൻഡി ബാങ്കിന്റെ കൈയക്ഷരം മേരിക്ക് വളരെ പരിചിതമാണെന്നും അത് എങ്ങനെ മാറ്റിയാലും അവൾക്ക് മനസ്സിലാകുമെന്നും അയാൾക്ക് ബോധമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അയാൾ ടൈപ്പ്റൈറ്ററിനെ ഇടയ്ക്ക് നിർത്തിയത്. അതെ, പക്ഷേ അവളോട് പ്രേമം മൂത്തതായി അഭിനയിച്ച് ടൈപ്പ്റൈറ്റർ ഉപയോഗിക്കുന്നതിൽ നിന്നും അവളെ വിലക്കി. അതിസമർത്ഥൻ തന്നെ. പക്ഷേ താങ്കൾ എങ്ങനെയാണ് അത് ശരിയാണോ എന്ന് കണ്ടുപിടിച്ചത്? വിൻഡി ബാങ്ക് ജോലി ചെയ്യുന്ന സ്ഥാപനം എനിക്കറിയാമായിരുന്നു. കാൺമാനില്ല എന്ന പത്രപരസ്യത്തിൽ നിന്ന് പ്രച്ഛന്ന വേഷത്തിന് ഉപയോഗിക്കാറുള്ളവയൊക്കെ ഞാൻ മാറ്റി. അതായത് കറുത്തു തടിച്ച മീശ, കൃതാവ്, നിറമുള്ള കണ്ണട, സംസാരത്തിലെ വൈകല്യം എന്നിവയൊക്കെ മാറ്റി ബാക്കിയുള്ള സവിശേഷതകളുള്ള ഒരാൾ ആ സ്ഥാപനത്തിൽ ജോലിക്കുണ്ടോ എന്ന് അന്വേഷിച്ചുകൊണ്ട് ഒരു കത്തയച്ചു. ഇവിടെ വരാമോ എന്നാരാഞ്ഞുകൊണ്ട് അയാൾക്കും കത്തെഴുതി. അപ്പോൾ അയാൾ തന്റെ ഓഫീസിലെ ടൈപ്പ്റൈറ്ററിൽ നിന്നും മറുപടി എഴുതി, അല്ലേ? അതും ഹോസ്മർ എഴുതിയതും ഒരേ ടൈപ്പ്റൈറ്ററിൽ നിന്നായിരുന്നു എന്ന് മനസ്സിലാക്കി. അതെ, അയാളുടെ മറുപടി കത്തിനൊപ്പം വെസ്റ്റോസൻ മാർബാങ്കുകാരുടെ കത്തും ഒരേ തപാലിൽ ലഭിച്ചു. രണ്ടും ഒരേ ടൈപ്പ്റൈറ്ററിൽ നിന്നാണെന്ന് അതിലെ അക്ഷരങ്ങളുടെ പ്രത്യേകതകൾ കണ്ടപ്പോൾ എനിക്ക് നിശ്ചയമായി. പിന്നെ ഞാൻ നൽകിയ വ്യക്തിയുടെ വിവരണം അവരുടെ ഒരു ജീവനക്കാരനായ വിൻഡി ബാങ്കുമായി യോജിക്കുന്നു എന്ന വിവരവും എനിക്ക് ലഭിച്ചു.
ശരി, മിസ് സദർലാൻഡിനോട് യഥാർത്ഥത്തിൽ നടന്നത് പറഞ്ഞു ബോധ്യപ്പെടുത്തണ്ടേ ഹോംസ്? അവളോട് പറഞ്ഞാൽ അവൾ വിശ്വസിക്കില്ല. കാരണം അത്ര ആത്മാർത്ഥമായി അവൾ ഹോസ്മറിനെ സ്നേഹിക്കുന്നു. വാട്സൺ, ആ ഒരു പഴയ പേർഷ്യൻ ചൊല്ല് ഓർമ്മയുണ്ടോ? ഒരു കടുവാക്കുട്ടിയെ വളർത്തുന്നതുപോലെ അപകടകരമാണ് ഒരു സ്ത്രീയിൽ നിന്ന് അവളുടെ മിഥ്യാബോധം തട്ടിമാറ്റുന്നതും. ആ സ്വപ്നത്തിൽ അവൾ ജീവിച്ചോട്ടെ, അല്ലേ? അതെ. ആർതർ കോനൻ ഡോയലിന്റെ ഷെർലക് ഹോംസ് കഥകൾ. അപ്രത്യക്ഷനായ പ്രതിശ്രുതവരൻ നാടകം സമാപിക്കുന്നു. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും: ഷെർലക് ഹോംസ് അരുൺ നായർ, ഡോക്ടർ വാട്സൺ ഡോക്ടർ തോമസ് മാത്യു, മിസ് മേരി സദർലാൻഡ് സിനി സുനിൽ, വിൻഡി ബാങ്ക് ആൽബർട്ട് അലക്സ്. സംവിധാന സഹായം VN ദീപ, അശ്വതി ബാലചന്ദ്രൻ. റേഡിയോ നാടകരൂപം സംവിധാനം N വാസുദേവ്. അവതരണം ആകാശവാണി തിരുവനന്തപുരം നിലയം.